ഈ കടം വീട്ടുന്ന പ്രക്രിയ, ശുദ്ധീകരണ സ്ഥലം എന്ന് പറയുന്നത് അത്ര നിസ്സാരമല്ല എന്നറിയാവുന്ന ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുത്തു. വലതുകരമർത്തി ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമക്കളെ, കുമ്പസാരത്തിൽ പാപം മോചിച്ചാൽ നിത്യരക്ഷ ഉറപ്പാണ്. പക്ഷേ പാപത്തിന്റെ കടങ്ങൾ വീട്ടണം എന്ന് സഭ ആഗ്രഹിക്കുന്നത് കൊണ്ടാണ് 77ഓളം ദണ്ഡവിമോചനങ്ങൾ പരിശുദ്ധ കത്തോലിക്ക സഭ നമ്മളെ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്. ഈ ഭൂമിയിൽ ജീവിക്കുമ്പോൾ തന്നെ കടങ്ങൾ പരിഹരിക്കപ്പെട്ടിട്ടേ ഈ മിഴി അടയാവൂ എന്ന് ദൈവം ആഗ്രഹിക്കുന്നു. ഇല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലമെന്ന് പറയുന്ന ഈ കാലഘട്ടം തമസ്കരിക്കുന്ന ഒരു പേരാണ് നരകം, ശുദ്ധീകരണ സ്ഥലം എന്നൊക്കെ. സ്വർഗത്തെക്കുറിച്ച് കേൾക്കാൻ നമുക്ക് ഇഷ്ടമാ, പക്ഷേ ന്യായം വിധിക്കുന്ന ഒരു ദൈവം ഉണ്ട്. വിധിയാളനായ ഒരു ദൈവത്തിന്റെ മുൻപിൽ ചെന്ന് നിൽക്കേണ്ടി വരുന്ന ഒരു സമയമുണ്ടെങ്കിൽ, ഒടുങ്ങാത്ത കടവുമായിട്ടാണ് നാം അവന്റെ മുൻപിൽ ചെന്ന് നിൽക്കാൻ ഇടവരുന്നതെങ്കിൽ, ആ അവസ്ഥ വല്ലാത്തൊരവസ്ഥയാണെന്നും അവസാനത്തെ ചില്ലിക്കാശും കൊടുത്തു വീട്ടുവോളം നീ കാരാഗ്രഹത്തിൽ നിന്ന് പുറത്തു വരില്ല എന്നുമൊക്കെ ഈശോ ഉപമകളിലൂടെ അടിവരയിട്ട് ആവർത്തിക്കുന്നതിൻ്റെ കാരണം നിസ്സാരം അല്ല. അതുകൊണ്ട് ദൈവം പാപത്തെ ഗൗരവത്തോടെ എടുക്കും.